നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് പ്രകടനവും ഓഫീസിന് മുൻപിൽ ധർണയും നടത്തി. കെപിസിസിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിലും ധർണ നടത്തുവാനുള്ള ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമരം നടത്തിയത്. കേരളത്തിലെ സാധാരണക്കാരന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന നികുതി നിർദ്ദേശങ്ങളാണ് ഈ ബഡ്ജറ്റിലുള്ളത്. ഭൂനികുതി അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചു ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക തീർക്കുവാൻ നടപടിയില്ല. ക്ഷേമ പെൻഷനുകൾ ₹1 പോലും വർദ്ധിപ്പിച്ചില്ല. പുതിയ പദ്ധതികളൊന്നും തന്നെ ബഡ്ജറ്റിൽ ഇല്ല. നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ബൈപ്പാസിന് ₹1 പോലും നീക്കിവച്ചിട്ടില്ല. ആയിരക്കണക്കിന് ആളുകളുടെ ആശ്രയമായ നിലമ്പൂർ ജില്ലാ ഗവൺമെന്റ് ആശുപത്രിക്ക് ₹1 പോലും നീക്കിവച്ചിട്ടില്ല. ഗവൺമെന്റ് കോളേജിന്റെ കെട്ടിടത്തെക്കുറിച്ച് ബഡ്ജറ്റിൽ മിണ്ടുന്നില്ല. പുതിയ റോഡുകളോ പാലങ്ങളോ നിലമ്പൂരിന് അനുവദിച്ചിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ബഡ്ജറ്റിൽ നിലമ്പൂരിനെ പരിപൂർണമായും അവഗണിച്ചിരിക്കുകയാണ്. ഇതിനെതിരെയാണ് മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. സമരം കെപിസിസി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പെൻഷൻ വിതരണം ചെയ്യാൻ കുടിശ്ശിക സാമൂഹ്യ പെൻഷൻ വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബഡ്ജറ്റിൽ പറഞ്ഞ കാശ് പഴയ കുടിശ്ശിക വിതരണം ചെയ്യാനാണ് നീക്കിവെക്കുന്നത്. അല്ലാതെ പുതിയതായി ₹1 പോലും നേരത്തെ കയ്യിൽ സൂക്ഷിച്ചതുപോലെ ഞങ്ങൾ ₹2000 പെൻഷനാക്കുമെന്ന് വലിയ തീർമാനം നടത്തിയതിന് വാചാലമായി സംസാരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് പോലും ₹1 പോലും ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നീക്കിവെച്ചില്ല എന്നതായി മാത്രമാണ് ബഡ്ജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ വെച്ച് വലിയ സംഖ്യകൾ പ്രഖ്യാപിക്കുക. ഈ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പ്രോജക്ട് പ്രഖ്യാപിക്കുമ്പോൾ ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ചാൽ പുസ്തകം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുന്നത് ₹100 ടോക്കൺ പ്രൊവിഷനാണ്. ഈ ₹100 ടോക്കൺ പ്രൊവിഷൻ വെച്ചിട്ട് എത്ര കാലമായി നിങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നു? ഈ നിലമ്പൂരിൽ തന്നെ നമുക്കറിയില്ലേ, ബൈപ്പാസിന് വേണ്ടി 2016 അധികാരത്തിലേറിയത് മുതൽ ബൈപ്പാസിന് 100 കോടി, ബൈപ്പാസിന് 125 കോടി, ബൈപ്പാസിന് 150 കോടി. എവിടെ നിങ്ങളെ കോടി? മാത്രമല്ല മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു. മുൻ കെപിസിസി സെക്രട്ടറി വി.എ. കരീം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ. ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. സിക്കന്ദർ മൂത്തേടത്ത് സ്വാഗതവും സി.ടി. രാജു നന്ദിയും രേഖപ്പെടുത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ഉമ്മർ കോയ, ചെറിയാപ്പു പി.കെ. ഉമ്മർ, ഷിബു പുത്തൻവീട്ടിൽ, സൗമ്യ ബിനു, ചെറിയാൻ, കൌൺസിലർമാരായ ഡെയ്സി ചാക്കോ, സാലി ബിജു, റസിയ, ശ്രീജ വെട്ടത്തെഴുത്ത്, ഗിരീഷ് മോളൂർ മഠത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് ഓഫീസിൽ നിന്നും ടൗണിലൂടെ പ്രകടനമായി വന്നാണ് വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തിയത്. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.